ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഷോർട്സ് ചാനലിലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ നടന്ന മാച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മുംബൈ സിറ്റിയും അതുപോലെ ATK മോഹൻ ബഗാനും തമ്മിലായിരുന്നല്ലോ ഇന്നലത്തെ മത്സരം നടന്നിരുന്നത്. എന്തായാലും 1-5 എന്ന വലിയൊരു സ്കോർ ലൈനോടെ മുംബൈ സിറ്റി ആയിരുന്നു ഇന്നലെ വിജയിക്കുകയുണ്ടായത്. അതുപോലെ ATK മോഹൻ ബഗാനാകട്ടെ സീസണിലെ ആദ്യത്തെ തോൽവിയാണ് ഇന്നലെ നേരിടേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ATK മോഹൻ ബഗാൻ പോലുള്ള ഒരു ടീം 5-1 എന്ന വലിയ സ്കോർ ലൈനിൽ തോൽക്കുമ്പോൾ തികച്ചും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെയായാലും ഇന്നലത്തെ മത്സരത്തിൽ ATK മോഹൻ ബഗാന്റെ താരമായി ദീപക് താങ്കരിക്ക് റെഡ് കാർഡും കണ്ടിരുന്നു. അതുപോലെ 60-ാം മിനിറ്റിൽ ഡേവിഡ് വില്യംസ് ആയിരുന്നു അവർക്ക് ആശ്വാസ ഗോൾ നേടിക്കൊടുത്തത്. എന്തായാലും ഇവിടെ എടുത്ത് പറയേണ്ട രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ എല്ലാ മത്സരം പോലെ തന്നെ അബ്ബാസിന്റെ പ്രകടനങ്ങൾ ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും എപ്പോഴും ATK മോഹൻ ബഗാൻ തോൽക്കാറാകുമ്പോൾ അവരുടെ ഹെഡ് കോച്ച് അബ്ബാസിന്റെ കൺട്രോൾ പോയുള്ള പ്രകടനങ്ങളൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ. അങ്ങനെ ഇന്നലെയും റഫറിയോടൊക്കെ തട്ടിക്കേറുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മത്സരശേഷം പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനും കോച്ച് ഇന്നലെ തയ്യാറായില്ല. അപ്പോൾ എന്തായാലും അബ്ബാസിന്റെ ഇന്നലത്തെ പ്രകടനത്തിന് ഒരു അവാർഡായി കുറഞ്ഞത് 2 ലക്ഷം രൂപയെങ്കിലും പിഴയടക്കേണ്ടി വരുമെന്നായിരുന്നു IFTWCയുടെ റിപ്പോർട്ടർ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. എന്തൊക്കെയായാലും ഇന്നലത്തെ മത്സരം കണ്ട് എനിക്ക് അബ്ബാസിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വിജയങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന ഒരു ടീമാണെങ്കിൽ തീർച്ചയായും തോൽവികളും ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടാതെ ഒരു ടീമിന് എപ്പോഴും വിജയം മാത്രം സ്വന്തമാക്കാൻ സാധിക്കില്ല. എന്തായാലും ഇവിടെ അന്റോണിയോ അബ്ബാസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഏത് കളിയിലും അവർ തോക്കാറായാൽ ഇന്നലെ നടന്നതുപോലെയുള്ള പ്രകടനങ്ങളൊക്കെ അബ്ബാസിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഗൈസവൈനി എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ISL തന്നെ 2 മികച്ച താരങ്ങളാണല്ലോ ബിപിൻ സിംഗ് കൂടാതെ മൻവീർ സിംഗും. അപ്പോൾ എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മൻവീർ സിംഗ് ആകട്ടെ 72 മത്സരങ്ങളിൽ നിന്നാണ് 10 ഗോളുകൾ അടിച്ചിരിക്കുന്നത്. കൂടാതെ ബിപിൻ സിംഗിന് വെറും 58 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ അടിക്കാൻ സാധിച്ചു. ഇനി എന്തായാലും അസിസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിപിൻ സിംഗിന് 6 അസിസ്റ്റ് ഉണ്ട്. കൂടാതെ മൻവീർ സിംഗിന് വെറും 4 അസിസ്റ്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് തന്നെ മനസ്സിലാകും നമ്മുടെ ബിപിൻ സിംഗിന്റെ ക്വാളിറ്റി. വളരെ മികച്ച ഒരു താരത്തെ തന്നെയാണ് മുംബൈ സിറ്റി കഴിഞ്ഞ സീസണിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ISL ഒരു ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ ഹരിഗോവിന്ദ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ എന്തായാലും ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ വെറും 14 മത്സരങ്ങളാണ് ISL കഴിഞ്ഞു പോയത്. കൂടാതെ ഏകദേശം 10 മത്സരങ്ങളിലാണ് 3-ലേറെ ഗോളുകൾ നമ്മൾ കാണാൻ ഇടയുണ്ടായത്. അതുപോലെ 5 ക്ലീൻ ഷീറ്റുകൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ നടന്ന മത്സരം മാത്രമായിരുന്നു ഗോൾ രഹിത സമനിലയായി കലാശിച്ചത്. കൂടാതെ ഇതിനോടകം തന്നെ 54 ഗോളുകളാണ് എല്ലാ ക്ലബ്ബുകളും കൂടി അടിച്ചു കൂട്ടിയത്. അപ്പോൾ എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ മുന്നത്തെ ISL സീസൺ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ സീസൺ കുറച്ചുകൂടി ആവേശം നിറഞ്ഞതാണ്. ഒട്ടുമിക്ക മത്സരങ്ങളിൽ നമ്മൾ ഗോൾ മഴ ഇപ്പോൾ കാണാറുണ്ട്. ഗൈസപ്പ് അതുപോലെ തന്നെ ഇന്നലെ ആകട്ടെ 75-ാം സന്തോഷ് ട്രോഫി മത്സരത്തിൽ കേരളയുടെ ആദ്യ മത്സരമാണല്ലോ നടന്നിരുന്നത്. കൂടാതെ ലക്ഷദ്വീപിനെയായിരുന്നു കേരള ഇന്നലെ നേരിട്ടത്. അപ്പോൾ എന്തായാലും 5-0 എന്ന കൂറ്റൻ സ്കോർ ലൈനോടെ കേരളയായിരുന്നു ഇന്നലെ വിജയിക്കുകയുണ്ടായത്. പുതിയ ദൗത്യത്തിനായി ഇറങ്ങുന്ന കേരള ടീമിന്റെ ഓൾ ദ ബെസ്റ്റ് ആണ് നമുക്ക് നേരാം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഗോവയിലെ ഒരു ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതാണല്ലോ. അതായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ചാനലിന്റെ ഹോം പേജിൽ കയറി ഒന്ന് കണ്ടു നോക്കുക. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഗോവയിലെ അധികൃതർ പറയുന്നത് ഇങ്ങനെയാണ്: FC ഗോവയാവട്ടെ പൈസയൊന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ടാണ് ഇവിടെ ട്രെയിനിങ് നടത്തുന്നത്. അപ്പോൾ ഇതുകൊണ്ട് FC ഗോവയ്ക്ക് മാത്രമാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. കൂടാതെ അവിടുത്തെ പഞ്ചായത്തിനൊന്നും കിട്ടുന്നില്ലെന്നാണ് അവിടുത്തെ അധികൃതർ പറയുന്നത്. എന്തായാലും വാസ്തവം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് സൈൻ ചെയ്ത കോൺട്രാക്ട് പ്രകാരം FC ഗോവയ്ക്ക് ഏകദേശം 3 വർഷത്തോളം അവിടെ ഫ്രീ ആയി ട്രെയിൻ ചെയ്യാമെന്നാണ്. കൈസ വന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമന്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടതുപോലെയുള്ള സ്കോർ ബോർഡൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. എല്ലാ മത്സരം ശേഷവും നമ്മൾ ഇങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിന് പുറമെ തന്നെ ട്രോളും കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഗൈസ്, അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ISL മത്സരങ്ങളൊക്കെ ഫ്രീ ആയി ലൈവായി കാണാൻ സാധിക്കുന്ന ലിങ്കുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബിൽ തന്നെ ISL കാണാൻ്റെ ലിങ്കുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പുറമെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വീഡിയോകളും കൂടാതെ മറ്റു ഫുട്ബോൾ അപ്ഡേറ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്, എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇന്നലെ നടന്ന ഈ ISL ആകട്ടെ മുംബൈ സിറ്റിയോട് കേരള ബ്ലാസ്റ്റേഴ്സിന് 2-0 വിജയമാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഈ ISL സീസണിന്റെ 2ാമത്തെ വിജയമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. മറ്റൊരു മത്സരത്തിൽ ജംഷഡ്പൂറും അതുപോലെ ചെന്നൈയിൻ FC സമനിലയിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. ഗൈസപ്പിന് എന്തായാലും അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ മർച്ചന്റൈസ് പാർട്ണറായി 656 ആകട്ടെ ഇപ്പോൾ രാജസ്ഥാൻ അവഞ്ചേഴ്സ് എന്ന് പറയുന്ന രാജസ്ഥാൻ ബേസ്ഡ് ഫുട്ബോൾ ക്ലബ്ബുമായി ഒരു പാർട്ണർഷിപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ ഒഫീഷ്യൽ മർച്ചന്റൈസ് പാർട്ണറായി മാറുകയാണ് ഇവർ ചെയ്തത്. കൂടാതെ 656 ആ ക്ലബ്ബും ഇന്നലെ ഒഫീഷ്യലായി തന്നെ ഈ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഗൈസപ്പ് എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് അനുഭവിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ടെലഗ്രാം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.